കൃഷ്ണപിള്ളയും കെ ജിയുമായിരുന്നു രാഷ്ട്രീയ ഗുരുക്കൾ. കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കൃഷ്ണപിള്ള പറഞ്ഞു. കർഷക തൊഴിലാളികളെ കൂട്ടാൻ കെ ജിയും. 14-ാം വയസ്സിൽ കൃഷ്ണപിള്ളയുടെ കൈപിടിച്ചാണ് പാർട്ടിയിലെത്തിയത്. 1937 പാർട്ടി ഉണ്ടാവും വരെ കോൺഗ്രസിലായിരുന്നു. അകമേ വളർന്ന് പുറത്തേക്ക് വിടരാനായിരുന്നു കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ചേരിയുടെ സ്ട്രാറ്റജി. അങ്ങനെയാണ് കണ്ണൂർ പാറപ്പുറത്ത് പാർട്ടി ഉണ്ടാവുന്നത്. പിന്നെ പുന്നപ്ര വയലാറുണ്ടായി. ബയോണ്ടിക് കയറിയ കാലുമായി വീണ്ടും പാർട്ടി പ്രവർത്തനത്തിനിറങ്ങി. 47-ൽ സ്വാതന്ത്ര്യത്തിന്റെ സൂര്യനുദിക്കുമ്പോഴും ഈ സഖാവ് ജയിലിലായിരുന്നു, കൽക്കത്ത തിസീസിന്റെ പേരിൽ. അപ്പോഴേക്കും 9.5 വർഷം വെളിച്ചം കാണാതെ കടന്നുപോയിരുന്നു. 5.5 വർഷം ജയിലിലും 4 വർഷം ഒളിവിലും. സഹജമായും റിബലായിരുന്നു. പാർട്ടിക്കുള്ളിൽ തെറ്റുതിരുത്താൻ, പാർട്ടിക്ക് പുറത്ത് സംഘടനയെ സംരക്ഷിച്ചു നിർത്താൻ. 1962-ൽ ചൈന യുദ്ധകാലത്ത് പാർട്ടി ലൈനിനെ ജയിലിൽ കിടന്ന് വെല്ലുവിളിച്ചു. ചൈന പക്ഷപാതിത്വത്തിനെതിരെ അച്ചടക്ക നടപടിയുണ്ടായി. അതൊരു തുടക്കമായിരുന്നു. ഉൾപാർട്ടി വിമർശനം പുറത്തു പറഞ്ഞു തുടങ്ങിയപ്പോൾ അച്ചടക്ക നടപടികൾ പരമ്പരയായി. EMSനെ വെല്ലുവിളിച്ചപ്പോൾ തരം താഴ്ത്തി. പിണറായിയെ വെല്ലുവിളിച്ചപ്പോൾ 22 വർഷത്തെ PB അംഗത്വം പോയി. 1980 മുതൽ 92 വരെ പാർട്ടി സെക്രട്ടറിയായി. 1985-ൽ MV രാഘവൻ പാർട്ടിയെ കൊണ്ടുപോയെന്നായപ്പോൾ തടയണ കെട്ടി പാർട്ടിയെ സംരക്ഷിച്ചു. പാർട്ടി നേതൃശ്രേണിയിൽ ഒറ്റയായിരുന്നു. അപ്പുറം EMSും നായനാരും ഉണ്ടായിരുന്നു. കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ആദ്യ വീഴ്ച. മത്സരിച്ച് തോറ്റു. നായനാരെ മുന്നിൽ നിർത്തി EMS കളിച്ചെന്ന് എന്നും വിശ്വസിച്ചു. 96-ൽ മാരാരിക്കുളത്തെ മണ്ണിലും തോൽപ്പിച്ചു. ഓർമ്മകൾ ഒഴിയാത്ത മനസ്സാണിത്. CITനെ പിളർത്തി നായനാരെ മുഖ്യമന്ത്രിയാക്കി. 98-ൽ പാലക്കാട് സമ്മേളനത്തിൽ ശത്രു സംഹാരം പൂർത്തിയാക്കി. CITU നേതൃനിര അപ്പാടെ തുടച്ചു നീക്കപ്പെട്ടു. കൂടെ നിന്ന പിണറായിയെ സെക്രട്ടറിയാക്കി. PB അംഗമായപ്പോൾ പിണറായി മാറിയെന്ന് തിരിച്ചറിഞ്ഞു. 2000-ലാണ് പിണറായി VS പക്ഷങ്ങളുണ്ടായത്. 2005-ൽ മലപ്പുറം സമ്മേളനത്തിലായിരുന്നു വൻ വീഴ്ച. കൂടെ നിന്നവരെ വിശ്വസിച്ച് പാനൽ വെച്ച് മത്സരത്തിനിറങ്ങി. കൂടെ നിന്നവർ അർദ്ധരാത്രി മറുകണ്ഠം ചാടിയത് അറിയാതെ പോയി. VS വിശ്വസ്തരുടെ പട്ടികയുമായി അപ്പുറം പോയ കുട്ടി നേതാവ് പിന്നെ MLAയും VSന്റെ തന്നെ മന്ത്രിയുമായി. CITയും ദേശീയ നേതാവുമായി. 2006-ലും 2011-ലും ശത്രുപക്ഷം നിയമസഭാ മത്സരം നിഷേധിച്ചു. 2011-ൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കാൻ പിണറായി പക്ഷം ഉത്സാഹിച്ചു. ഉരുൾപൊട്ടൽ പേടിച്ച് കേന്ദ്ര നേതൃത്വം തടയിട്ടു. 2016-ൽ പാർട്ടിയെയും മുന്നണിയെയും മുന്നിൽ നിന്ന് നയിച്ചു. ഭരണം പിടിച്ചു. പാർട്ടി വേദികളിൽ പക്ഷേ ക്ഷണിതാവ് മാത്രമായി ഒതുങ്ങി. അപ്പോഴും പൊതുസമൂഹവും വിശാല ഇടതുപക്ഷവും കൂടെ നിന്നു. നേതാവ് അവർക്കൊപ്പം നിന്നു. 80 വർഷവും 4 തലമുറകളും കടന്നുപോയി. ഒരേ ഒരു കൊടിയെ പിടിച്ചിട്ടുള്ളൂ. പോകുമ്പോഴും ആ തണലിൽ തന്നെയായിരുന്നു യാത്ര.